കനത്ത മഴയിൽ മുങ്ങി കൊച്ചി നഗരം. എറണാകുളത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. ആലുവ റെയിൽവേ സ്റ്റേഷൻ, പുളിഞ്ചോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. 20-ലേറെ കടകളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ആൻമരിയ സണ്ണിയും എസ് ശ്യാംകുമാറും വിവരങ്ങൾ നൽകും. ശ്യാമ, എനിക്ക് തോന്നുന്നത് എറണാകുളം നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ ആകെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അസാധാരണമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ എറണാകുളത്ത് പെയ്തത്. 60, 65 അല്ലെങ്കിൽ 70, 75 മില്ലിമീറ്റർ മഴ പെയ്തതിന്റെ കണക്കുകളും വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നഗരത്തിലെ സാഹചര്യം, ശ്യാമം? വിജയകുമാർ, ഈ എറണാകുളം നഗരത്തിന്റെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിലാണ് മഴ വളരെ ശക്തമായത്. ആലുവയിൽ കഴിഞ്ഞ 3 മണിക്കൂറിൽ 62 മില്ലിമീറ്റർ മഴ പെയ്തു. കളമശ്ശേരിയിൽ അത് 3 മണിക്കൂറിൽ 42 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അതിതീവ്ര മഴയാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചക്കരപ്പറമ്പ് ഭാഗത്താണ്. ഇവിടെ ബൈപ്പാസിന് സമീപത്താണ് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. വെള്ളക്കെട്ടിലേക്ക് വാഹനങ്ങൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. നേരത്തെ ഇരുചക്ര വാഹനങ്ങളടക്കം ഇവിടെ വന്നത് ഓഫായി പോയ സ്ഥിതിയും ഉണ്ടായിരുന്നു. അങ്ങനെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ പെയ്ത മഴ വലിയ ദുരിതമുണ്ടായിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ സ്ഥിതി അതീവ രൂക്ഷമാണ്. കാരണം പല സ്ഥലങ്ങളിലും വീടുകളിലും കടകളിലും അടക്കം വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് എറണാകുളം ബൈപ്പാസിൽ ചക്കരപ്പറമ്പിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇതുപോലെ തന്നെയാണ് നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലാകെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിതീവ്ര മഴ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു എന്നതിന്റെ നേർചിത്രമാണ് ഈ കാണുന്നത്. വിജയകുമാർ, ഇടപ്പള്ളിലൊക്കെ നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ നൽകുന്ന സമയത്ത് അവിടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ വെള്ളക്കെട്ടായിരുന്നു. ഇപ്പോഴൊരു കഴിഞ്ഞ ഒരു അരമുക്കാൽ മണിക്കൂറായി നേരിയ തോതിൽ മഴയ്ക്കൊരു ശമനമുണ്ടെന്ന് തോന്നുന്നു. വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ ആ മേഖലകളിലൊക്കെ? വിജയകുമാർ, ഇടപ്പള്ളി ടോളിൽ അല്പസമയം മുമ്പ് നമ്മൾ എത്തുമ്പോൾ അവിടെ പ്രധാനപാത ദേശീയപാതയാണ്. അവിടെയാണ് വാഹനഗതാഗതത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഈ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെള്ളത്തിന് നേരിയ ശമനം, അതായത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായത് വെള്ളക്കെട്ടിന് അല്പം ആശ്വാസം നൽകിയിട്ടുണ്ട്. പക്ഷെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയത് വളരെ പതുക്കെയാണ് ഇറങ്ങിപ്പോകുന്നത് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഗ്രാമമേഖലകളാണ്. അതായത് ആലുവ തുടങ്ങിയ മേഖലകളിലാണ് കൂടുതൽ വെള്ളക്കെട്ട് പ്രശ്നമായിരിക്കുന്നത്. അവിടെയാണ് കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അടക്കം വെള്ളം കയറിയ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ടായത്. ആ പ്രദേശത്ത് ആൻമരിയ ഉണ്ട്. ഏതായാലും നഗരത്തിലും ഗ്രാമത്തിലുമുള്ള വ്യത്യാസമില്ലാതെ വെള്ളം കെട്ട് ഇപ്പോൾ കൊച്ചി നഗരത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 മണിക്കൂറിൽ പെയ്ത മഴയാണ് അപ്രതീക്ഷിതമായ വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. ശ്യാം തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ 3 മണിക്കൂറിൽ ആലുവയിൽ മാത്രം പെയ്തത് 62 മില്ലിമീറ്റർ മഴയാണ്. കളമശ്ശേരിയിൽ 42 മില്ലിമീറ്റർ മഴ പെയ്തു. ഈ മഴ തുടർച്ചയായി ഇത്രയും അതിതീവ്ര മഴ പെയ്തതിന്റെ അതിന്റെ ഒരു പാർശ്വഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നഗരത്തിൽ മുഴുവൻ വെള്ളക്കെട്ടാണ്. നഗരങ്ങളിൽ പ്രധാനപ്പെട്ട മുഴുവൻ കേന്ദ്രങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്ന തരത്തിലേക്ക് റോഡ് മുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ആലുവയിലേക്കാണ് പോകുന്നത്. ആലുവ പുളിഞ്ചോട് ജംഗ്ഷനിലാണുള്ളത്. ആൻമരിയ, നേരത്തെ അവിടെ വീടുകളിലും കടകളിലും ഒക്കെ വെള്ളം കയറിയതിന്റെ വിവരങ്ങൾ വന്നിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ആലുവ മേഖലയിലെ? വിജയകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തരത്തിലുള്ള ഗതാഗതക്കുരുക്ക് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് അല്പം മാറിയിട്ടാണ്, പക്ഷേ ഈ ഭാഗത്തും ശക്തമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ട്. നമ്മൾ ആദ്യം നിന്ന ഭാഗത്ത് നിന്നും ഈ വണ്ടികളെല്ലാം മറ സൈഡിലേക്ക് ആദ്യഘട്ടത്തിലൊക്കെ മാറ്റിവിട്ടിരുന്നു. പിന്നീട് ആ മെയിൻ സർവീസ് റോഡുകളിലൊക്കെ ആയിട്ട് വലിയ തരത്തിലുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഈ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വീണ്ടും അതേ വഴി തന്നെ കടത്തിവിടാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ഈ ചെറിയ വാഹനങ്ങൾക്ക് ഈ വഴി കടന്നു പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം ആ രീതിയിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് ഈ പ്രദേശം മുഴുവനായിട്ടുമുണ്ട്. ഒരു ഭാഗം മാത്രമല്ല, ഈ പുളിഞ്ചോട് ഭാഗത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും ഈ രീതിയിലുള്ള വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സമീപത്തെ കടകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം അതിവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. വീണ്ടും വെള്ളക്കെട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മഴ ശക്തമായിട്ട് തന്നെ പെയ്യുകയാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗമൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കാൽനട യാത്രക്കാർക്ക്
നമുക്കൊന്നും പോകാനായിട്ട് സാധിക്കുന്നില്ല. വാഹനങ്ങളൊക്കെ പകുതി ഭാഗത്ത്, ഈ വെള്ളക്കെട്ട് കാണുന്ന ആ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾക്കൊക്കെ വീണ്ടും തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കാരണം ഈ ചെറിയ വാഹനങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. ഈ ബസ് ഉൾപ്പെടെയുള്ള വലിയ ലോറികൾ, ഈ അത്തരം വാഹനങ്ങളാണ് ആദ്യഘട്ടത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ പ്രദേശങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾ വരുന്നത്. പക്ഷേ അതിന്റെ ഈ ചെറിയ വാഹനങ്ങളൊക്കെ വരുമ്പം വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കുണ്ടാകും. വാഹനങ്ങൾ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നിൽക്കുന്ന ആ പ്രദേശത്ത് തന്നെ ഒരു വാഹനം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കാറിന്റെയൊക്കെ പകുതി ഭാഗത്തോളം വെള്ളം കയറിക്കൊണ്ടാണ്, ആ രീതിയിലാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നത്. രാവിലെ നമ്മളോടൊരു ചേട്ടൻ സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഈ 30 വർഷമായിട്ട് ഈ ഭാഗത്തൊക്കെ ഈ രീതിയിൽ വെള്ളം കയറുന്നതാണ്. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അത് ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. ഈ സമീപത്തെ വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഈ കടകളിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം വെള്ളം നീക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇത് മഴ പെയ്തുണ്ടായ വെള്ളമാണോ അതോ അവിടെ തോട്ടിൽ നിന്നോ പുഴയിൽ നിന്നോ ഒക്കെ റോഡിലേക്കും വീടുകളിലേക്കും വെള്ളം കയറിയതാണോ? വിജയകുമാർ, ഇന്ന് രാവിലെ പെയ്യുന്ന ശക്തമായിട്ടുള്ള മഴ, ആ മഴ തുടർച്ചയായിട്ട് ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ കാനകളുടെ പ്രവർത്തനം, അത് ആ കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ടല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളം ഇതുപോലെ ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് ഈ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നത്. അതിന്റെ പുറകുവശത്ത് വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതായത് ഈ കാനകളിൽ നിന്നും പൊങ്ങിയിരിക്കുന്ന വെള്ളം ഈ താഴേക്ക് വെള്ളത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ രീതിയിലാണ് വെള്ളക്കെട്ട് ഈ പ്രദേശത്തെല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കടകളൊക്കെ പൂർണ്ണമായിട്ടും ഈ ഭാഗത്തെ എല്ലാം അടച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്നും ചില വീടുകളിൽ നിന്നൊക്കെ ആളുകളെല്ലാം മാറി താമസിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങിയിട്ടുണ്ട്. ആളുകളുടെ ഭാഗത്ത് ചെറിയ തരത്തിൽ, നമ്മൾ ആദ്യം വന്നപ്പോൾ ചെറിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം അതൊക്കെ നഗരസഭയ്ക്കെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധങ്ങളെല്ലാം. ചില വാഹനങ്ങൾ വഴി തിരിച്ചു വിടുന്നുണ്ട്, ചിലത് വലിയ വലിയ വാഹനങ്ങളെല്ലാം ഈ വഴി തന്നെയാണ് വരുന്നത്. വിജയകുമാർ, ഇത് എറണാകുളം, ആലുവ നഗരങ്ങളിലെ അവസ്ഥയാണ്. ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി മഴ പെയ്യുകയാണ്. കനത്ത മഴയിൽ നഗരത്തിൽ പൂർണ്ണമായും വെള്ളക്കെട്ടിൽ അമർന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പിൻ്റെ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ എറണാകുളത്തൊക്കെ മഞ്ഞ മുന്നറിയിപ്പായിരുന്നു, യെല്ലോ മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വരുമ്പോഴേക്കും അത് ഓറഞ്ച് മുന്നറിയിപ്പിലേക്ക്, തീവ്ര മഴ മുന്നറിയിപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. മഴ തുടരാൻ അടുത്ത മണിക്കൂറുകളിലും മഴ തുടരും എന്ന സൂചനയാണ് കാലാവസ്ഥാ വിദഗ്ധർ അല്ലെങ്കിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. സംസ്ഥാനത്ത് 3 ജില്ലകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും മഴ മുന്നറിയിപ്പുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.